നമസ്കാരം പ്രിയപ്പെട്ടവരെ. തോക്ക് സ്വാമിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. ആശാൻ കേരളത്തിലെ ഒരു സമയത്ത് നല്ല രീതിയിൽ കിടന്നു വിലസിയതാണ്. നല്ല കറ തീർന്ന ഒന്നാം തരം RSSകാരനാണ്, സംഖ്യയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി വേറെയില്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ സംഖ്യകളെ എവിടെ കിട്ടിയാലും അവൻ്റെയൊക്കെ ട്രൗസർ വലിച്ചു കീറുന്ന തരത്തിലുള്ള മറുപടിയാണ് നമ്മുടെ തോക്ക് സ്വാമി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാം, ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും സന്തോഷമാകും. നിങ്ങൾ സ്വാമിക്ക് ഒരു സൊല്യൂട്ടും കൊടുക്കും. കാരണം അമ്മാതിരി മാസ് മറുപടിയാണ് നമ്മുടെ തോക്ക് സ്വാമി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഭദ്രാനന്ദ കൊടുത്തിരിക്കുന്നത്. BJPയുടെ കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കന്മാരെന്ന് അവരവകാശപ്പെടുന്ന തലയ്ക്ക് ലശേഷം ബോധമില്ലാത്ത, വിവരമില്ലാത്ത പൊട്ടന്മാരായിട്ടുള്ള ലവന്മാരെ ഇങ്ങനെ വലിച്ചു കീറുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇതുപോലൊന്നും മറുപടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഇവര് തന്നെയാണ്. RSSകാർ തന്നെ RSSനും BJPക്ക് പണി കൊടുക്കുന്ന കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും വേറെയാ. നമ്മൾ ഗ്യാലറിയിൽ ഇരുന്നാൽ മതി, അടി കൊടുക്കുന്നത് ഇവരങ്ങോട്ട് കൊടുത്തോളൂ. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ഏകദേശം BJPയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ പൂഞ്ഞാറിൻ്റെ മരമണ്ടനായിട്ടുള്ള ആ പബ്ലിക് ക്ലോസറ്റ് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഞാനും എൻ്റെ മകനും ഇപ്രാവശ്യം നിയമസഭയിലുണ്ടാവും. കൂട്ടത്തിൽ 28 പേരെയും കൂടെ ഞാൻ കൊണ്ടുവരും. അതായത് 30 പേര് കേരളത്തിൽ നിന്ന് ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾ തീരുമാനിക്കും ആരിവിടെ ഭരിക്കണം എന്നുള്ളത്. ഇതുപോലെ മുമ്പ് ഒരു ഗീർവാണം മുഴക്കി വന്നതാണ്. പൂഞ്ഞാറിലെ ജനങ്ങൾ കാലേവാരി ഈ വേട്ടാവളിനെ നിലത്തടിച്ചത് നമ്മൾ കണ്ട. ഇപ്പൊ നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ചേട്ടനോട് പത്രക്കാർ ചോദിച്ചു, ഡീസലിന്റെയും പെട്രോളിന്റെയും വില എന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് വരൂ, അവിടുന്ന് ഞാൻ പറയാമെന്ന്. അതായത് ജയിപ്പിച്ച് വിട്ടതോടുകൂടി ജനങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. മാധ്യമങ്ങളോടുള്ള ചോദ്യത്തിന് ആശാൻ മറ്റേ തമ്പ്രാൻ സ്റ്റൈലാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വിട്ട് നമ്മുടെ സ്വാമി കൊടുക്കുന്ന ആ മറുപടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചുരുക്കുകയാണ്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കേട്ട് അങ്ങോട്ട് അറുമാദിച്ചോ, എന്നിട്ട് നിങ്ങളുടെ മറുപടി കൊടുക്കുക. മലയാളികളോട് ഒരു ഗൗരവമായ കാര്യം പറയണ്ട. ഞാൻ BJPക്കാരോടൊന്നും സംസാരിക്കുന്നില്ല. കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ബുദ്ധിശ്രദ്ധ ഇല്ലാത്തവരാണ്. ഈ വോട്ടിന് വേണ്ടിയിട്ട് മത്സരിക്കാനും ബഹളം വെക്കാനും നടക്കുന്നവരെയൊക്കെ നിങ്ങൾക്കറിയാം ആരാണ് ഏതാണെന്നൊക്കെ. ഞാൻ ഇനി ഈ കേരള സമൂഹത്തിനോടും BJPക്കാരെ പറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, ഞാനൊരു പഴയ RSSകാരനാണ്. അതുകൊണ്ട് തന്നെ ആണ് ഇന്നത്തെ ഈ BJPയോട് എതിർത്ത് നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇവർക്ക് ഇവരുടെ രീതികൾ നിങ്ങൾ കണ്ടതാണ്. എത്രമാത്രമാണ് ഒരു മനുഷ്യനെ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആരാണോ അവരെ തേജോധനം ചെയ്യുക, അവർക്കെതിരെ മോശം പറയുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ LDFനോടും UDFനോടും ഭയങ്കര ബഹുമാനം തോന്നുന്നു. നമ്മുടെ ഐഡിയോളജി അല്ല അവരുടെ, നമ്മളുടെ ചിന്തയിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ എങ്കിലും അവരുടെ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നവരോട് എനിക്ക് ബഹുമാനം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പോസ്റ്റ് ഓറിയന്റഡ് അല്ല. ഇപ്പോൾ CPMനകത്ത് ഒരുപാട് അവർക്ക് അവരുടെ ഇതിന് താല്പര്യമില്ലാത്ത പ്രവൃത്തികൾ നടന്നാൽ പോലും അവർ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന കൂറ് കാണിക്കുന്നതുണ്ടോ. LDF UDFലായിക്കോട്ടെ, അവർ ഈ സീറ്റിന് വേണ്ടി കിടന്ന് അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ജസ്റ്റിൽ വിത്ത് എ പാർട്ട് അല്ലെ, അതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ BJP എന്ന് പറയുന്നത് ശുദ്ധജല തടാകമായിരുന്നു. ഇന്ന് എല്ലാ പാർട്ടിയിലുള്ള വിടക്കുകളും വേണ്ടാത്തവളും അധികാരമോഹികളെല്ലാം വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിലാണ്. ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം എങ്ങനെ മോശപ്പെട്ടു എന്നുള്ളത്, കന്യകയായിരുന്ന BJP ഇന്ന് ബസ് സ്റ്റാൻഡ് ശാന്തയെക്കാളും അപ്പുറമായി. അത്രയ്ക്ക് മോശമായി, പറയാതിരിക്കാൻ പറ്റില്ല. അതിനകത്ത് പല ആൾക്കാരെയും അടി കൊടുത്തിട്ടുള്ളവരുണ്ട്. ഞാനൊക്കെ ഫിസിക്കലി അടിച്ചവന്മാരുണ്ട്, അടി നല്ല വൃത്തിയെ കൊടുത്തിട്ടുള്ളവന്മാരുണ്ട്, അടി കൊടുപ്പിച്ചവന്മാരുണ്ട്. ഇവന്മാരെയൊക്കെ കണ്ടിട്ട് നമുക്ക് തൊഴാൻ പറ്റില്ല. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇവന്മാരെയൊക്കെ കാണുമ്പോൾ അറപ്പാണ് തോന്നുന്നത്. അറപ്പ് തോന്നുന്നു. സംഘം എന്ന് പറയുന്ന അവർ ഈശ്വരീയ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇതിനൊക്കെ എന്ത് ക്വാളിറ്റി അവന്മാർക്കുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വാമി ഭദ്രാനന്ദ് അല്ലെങ്കിൽ തോക്ക് സ്വാമി കേരളത്തിൽ ആരെയും വലിപ്പിച്ചിട്ടോ പറ്റിച്ചിട്ടോ രാജ്യദ്രോഹമോ അല്ലെങ്കിൽ ബലാത്സംഗമോ ഈ കുണ്ടനടിയോ ഒന്നും നടത്തി വന്നവനല്ല. അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ 10-17 വർഷം കേരളത്തിൽ ഫൈറ്റ് ചെയ്തുണ്ടാക്കിയ പേരാണ് എനിക്കുള്ളത്. അതിൽ കുറെ പേര്, ഞാനൊരു ഈഴവനായതുകൊണ്ട് കുറെ നായർ അണ്ണന്മാർക്ക് സൂചിക്കാത്തതുകൊണ്ട് അവന്മാർ എന്നെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ജിഹാദികൾക്കെതിരെ കുറെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, കുറെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന്റെ പേരിൽ അവരുടെ ആൾക്കാർ എന്നെ മോശം പറഞ്ഞല്ലാതെ ഞാനൊരു പിടിച്ചു പറയും തെണ്ടിത്തരവും ഗുണ്ടായുസവും കൂലിത്തലുമായിട്ടൊന്നും ഞാൻ നടന്നിട്ടില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ ആരാധ്യനായ ഒരു പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യം ജയിക്കും, 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് 240 സീറ്റ് കിട്ടി തോറ്റുപോയി നിങ്ങൾക്കറിയാം. ഇന്ന് നരേന്ദ്രമോദിയെ ജയിപ്പിക്കാൻ വേണ്ടി സഫ്രോൺ മാഫിയും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് 10,000-കണക്കിന് ആൾക്കാർ വെച്ച് റോഡ് ഷോ നടത്തി കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടതാണ്. ഇപ്പോഴും ആ വീഡിയോ ഒക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കിടന്നു.
ഇതുപോലെയൊക്കെ കേരളത്തിൽ ഈ സുരേഷ് ഗോപിക്ക് പറ്റിയോ? കെ സുരേന്ദ്രന് പറ്റിയോ? ഈ രാജീവ് ചന്ദ്രശേഖറിന് പറ്റിയോ? അവിടുത്തെ ഏതെങ്കിലും ഉണക്ക നേതാക്കന്മാർക്ക് പറ്റി മോദിയുടെ പേരും പറഞ്ഞിട്ട് എന്താ മോദി, എന്താ അമിത്ഷാ എന്ന് പറയുന്നല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അവർക്ക്? ഈ രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾക്ക് അറിയണം, വെറും 230 രൂപയുടെ ഒരു ജന്മഭൂമി പത്രത്തിന്റെ വരിക്കാരാവാൻ പോലും അവന് താല്പര്യമില്ലാത്തവനായിരുന്നു. എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കിടക്കാം. ഇയാളുടെ ഡീലുകൾ ആരുമായിട്ടൊക്കെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ബിഷപ്പുമാരുമായിട്ട് ഇത്രയും മാത്രം ഡീല് വെക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ മീഡിയയിൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. മീഡിയയിലൂടെ അറിയട്ടെ, എല്ലാവരും ഒരുമിച്ച് പറയുള്ളൂ. അപ്പൊ പിന്നെ ആർക്കും ഒതുക്കി തീർക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ട്, നിങ്ങൾ അറിയേണ്ട പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് പെണ്ണില്ല എന്ന് കരുതി പെങ്ങളെ കിട്ടാൻ എനിക്ക് പറ്റില്ല. അവിടെ നാട്ടിൽ നല്ല നേതാവില്ല എന്ന് കരുതിയിട്ട് ഇതുപോലുള്ള ഊളകളെ നേതാവാക്കേണ്ട ഗതികേടില്ല. പിന്നെ ഈ അയ്യപ്പന്റെ പേര് പറഞ്ഞു വരുന്ന ഓരോ ആൾക്കാരെയും നിങ്ങൾ മാറ്റി നിർത്തണം. അയ്യപ്പന്റെ പേര് പറഞ്ഞ് ഹിന്ദുവിന്റെ വോട്ട് പിടിക്കാന്നല്ലാതെ ജനങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനകീയ സമരങ്ങൾ നടത്തി ഇവന്മാരാരെങ്കിലും വന്നിട്ടുണ്ടോ? അയ്യപ്പൻ ആരാ? ഇവന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയോ ആണോ? അയ്യപ്പനെ സംരക്ഷിക്കാൻ അറിയാം. ശബരിമലയിൽ ഏറ്റവും വലിയ കൊള്ള നടത്തിയത് ആ തന്ത്രികളാണ്, തന്ത്രി കുടുംബങ്ങളാണ്. അതിനെതിരെ ഞാനിവിടെ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി അവനെ പിടിച്ച് അകത്തിടണമെന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അകത്ത് ഇട്ടുകയും ചെയ്ത് നിങ്ങൾ കണ്ടതാണ്. അപ്പോഴും ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഈ പെരിങ്കള്ളനും ടീമുകളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അവനെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ എന്താണ് കേസെന്ന്. അതുപോലെ തന്നെ യഥാർത്ഥ RSSകാരെ നമ്മൾ ബഹുമാനിക്കും, നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. കേരളത്തിലെ എല്ലാ BJPക്കാരും മോശമാണെന്നൊന്നും ഭദ്രാനന്ദന്റെ കൂടെയുള്ളവർ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. നല്ല ആൾക്കാരെ വേണ്ടിയിട്ട് നമ്മൾ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ജയിക്കേണ്ടവരുണ്ട്, പക്ഷെ എല്ലാവരുടെയും എനിക്ക് 6th സെൻസ് അല്പം വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, എന്റെ പ്രഡിക്ഷൻസ് തെറ്റാതിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരാളെ കാണുമ്പോൾ അറിയാം അവർ ശരിയാണോ തെറ്റാണോ. ഞാൻ അവിടെ മത്സരിക്കാൻ വരുന്നില്ല, ഞാൻ മത്സരിക്കാൻ വരുന്നില്ല. ചില ധ്വനികളുണ്ടായിരുന്നു ഞാൻ മത്സരിക്കാൻ വരുന്നു. അതുപോലെ രാജീവ് ചന്ദ്രശേഖറിന്റെ അവരുടെ നിന്നൊക്കെ 1 കോടി രൂപ ഞാൻ ആവശ്യപ്പെട്ടുണ്ട്. ആ രോമന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്? എനിക്ക് എന്റെ ഗതികേടുണ്ടോ? അവനെ പോലെ അമ്മായിയപ്പനെ പറ്റിച്ചതും അവനെ പോലുള്ള ഈ തരികട പരിപാടി അക്യൂസേഷൻ വഴി, അതുപോലെ തന്നെ ഈ പറയുന്ന രജിസ്ട്രേഷന്റെ പേരിൽ, അതുപോലെ ഇവര് നടത്തുന്ന സംഭവങ്ങൾ മൗജീപിച്ചിട്ടുള്ള പൈസ ഉണ്ടാക്കല്, ഇവരുടെ ഡീലുകളെല്ലാം ഞാൻ വ്യക്തമായിട്ട് ഞാൻ എത്ര കമ്പനീസ് ഉള്ളത് വരെ ഞാൻ എല്ലാം നിങ്ങൾക്ക് തരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട, മോദിയെ ഇഷ്ടപ്പെടൂ, ബഹുമാനിക്കൂ. പക്ഷെ മോദിയുടെ പടം കണ്ടിട്ട് മോദിയുടെ പടം ഏവന്റെങ്കിലും ചിത്രത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അവനൊന്നും നമ്പരുത്, മൂഞ്ചി പോകും. മോദിക്ക് പോലും കേരളത്തിൽ ഒരു കോപ്പം ചെയ്യാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ മോദിയുടെ ആശയമൊന്നും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന നേതാക്കളല്ല ഉള്ളത്. ഇവനൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇലക്ഷൻ സമയം എന്ന് പറഞ്ഞാൽ അവരുടെ ചാകരയാണ്. 5 വർഷം തേരാപാരം നടക്കുന്നത് ഈ മോദിയുടെ പേരും വെച്ചിട്ട് ഇതുണ്ടാക്കുന്നല്ലാതെ ഇവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. போதுவையா போதும் போதும், இதுக்கு மேல தாங்கவே முடியாதையா, താങ്കവേ മുടിയാതെ. ഒരു യഥാർത്ഥ കറ തീർന്ന സംഘി വന്നിട്ടാണ് ഈ സംഘി മരവാണങ്ങളെ എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചത്. ഇനിയിപ്പം പത്രസമ്മേളനം വിളിച്ചിട്ട് ചില ബോംബുകൾ ആശാൻ പൊട്ടിക്കുമെന്നാണ് പറയുന്നത്. ആശാൻ ഒരു കറ തീർന്ന RSകാരനാണ്. കാരണം തീവ്ര ചിന്താഗതിയുള്ള RSകാരനല്ലേ, ആ ഒരു സാധനമാണിത്. എന്താണെങ്കിലും നിങ്ങൾ കൊടുത്ത മറുപടി അതെനിക്ക് അങ്ങോട്ട് വല്ലാണ്ട് പോതിച്ചേട്ടാ. അതിനൊരു വലിയൊരു സല്യൂട്ട് തരിക. നിങ്ങളെപ്പോലുള്ളവർ വേണം ഇതുപോലുള്ളവന്മാർക്കൊക്കെ മറുപടി കൊടുക്കാൻ. കാരണം ഞങ്ങൾ കൊടുക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും യോജിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ കേരളത്തിൽ ഞങ്ങൾ 30 സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു നടന്ന ചില വേട്ടാവളിയന്മാരുണ്ടല്ലോ, ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇപ്രാവശ്യം BJPക്ക് മുസ്ലിം സ്ഥാനാർത്ഥികളൊന്നുമില്ല. നമ്മുടെ ഓന്തതുള്ള കുട്ടിയൊക്കെ വായി വിരൽ വിട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കിട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അടിച്ചങ്ങോട്ട് അണ്ണാക്കിലോട്ട് കേരളത്തിന്റെ ഘടകങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള മരമണ്ടന്മാർക്കൊക്കെ മറുപടി കൊടുത്ത നമ്മുടെ തോക്കുസ്വാമി ഇന്ന് നമ്മുടെ ഹീറോ തന്നെയാണ്. അപ്പൊ അണ്ണാ ബിഗ് സല്യൂട്ട് കേട്ടാ. ഇനിയും വരണം, നമുക്ക് കാണണം. ഇനിയും നിങ്ങളുടെ മറുപടികൾ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരും. ഓക്കെ.